പീഡനം, ശാരീരിക പീഡനം വഴി ആധാരം ഒപ്പിട്ട് വാങ്ങിക്കുക ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ നാട്ടിൽ കോടതിയുണ്ട്, പോലീസുണ്ട്. പിന്നെന്താ ഭീഷണി? ഇറക്കി വിടുവെന്നോ? ആര്? തെച്ചിക്കാട്ട് അച്യുതൻ കുട്ടിയോടാ കളി. ശിവമ്പിള്ളയുടെ മോൻ വിവരം അറിയും. അങ്ങ് തിരുവനന്തപുരം വരെ പോവണ്ട, ഒരു ഫോൺ കോളിൽ അവന് മനസ്സിലാക്കി കൊടുക്കും ഞാൻ. നീ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കണ്ട അച്യുതാ. അത് കഴിഞ്ഞില്ലേ, ആ കടം നീ എങ്ങനെയാ വീട്ടാൻ പോണെന്നൊന്ന് ആലോചിക്കേ. ഏത് കടം? ഇതേ അമ്മ അറിയാത്ത കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കരുത്. അമ്മയ്ക്ക് ആർ ബി നായരെ അറിയോ? ഉണ്ണിയെ പറയാനെ അറിയോ? ചാമരാജ നഗറിലെ കോറി ഓണർ ഫർത്തുള്ള അറിയോ? നാഗപ്പ, ശിവപ്പ, അനുവന്തപ്പ, ഇവരിൽ ആരെങ്കിലും അറിയോ? ആരെയാണ് ഈ വായിക്കൊള്ളാത്ത പേരും പറഞ്ഞിട്ട് അച്യുതൻ കുട്ടിയുടെ വരട്ടണേ? പാവം അമ്മയെ വിട്ടേക്കൂ. ഭാവേ, നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, എല്ലാരും കൂടി പെട്ടിങ്ങിടക്കി എടുത്ത് പോവേണ്ടി വന്നേനെ. ഭദ്ര പോയി ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് കരഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെയോ പോയി 2 ദിവസം ഒളിച്ചിരുന്ന് പ്രോബ്ലംസ് സോൾവ് ആയി അറിഞ്ഞപ്പോ വന്നിരിക്കണു. ഒന്നങ്ങ് തരിഞ്ഞാൻ വലിയ MBBS ആണെന്ന് നോക്കില്ല. പിന്നെ ഇത് ഭദ്രയല്ല, ഭാമയാ. അച്യുതാ, ബടവാ മോനെ. എന്താ കാലാണിക്ക് ഗുണല്ലാത്ത പോക്കി കുട്ടിയുടെ മേക്കട്ട് കേറുന്ന കിഴങ്ങ കൈ കലക്കി അവിടുന്ന് കിട്ടും എന്റെ കയ്യിന്ന്. ഇനി ഞാൻ വിടില്ല. കുറച്ചായി ഇവിടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് 2-1 അറിയണം. 2-1 ഭാർഗവി പറയരുത്. പൈസ തരാൻ പറ്റൂല എന്ന് പറയാനാണല്ലോ ഈ 2-1. പറയട്ടെ, ഇവള് പറയട്ടെ. ഇവള് ഏട്ടൻ വാങ്ങിക്കൊണ്ട് പോയ ഓഹരി ഇവള് നക്കിട്ടുണ്ടാവുമല്ലോ. തരില്ലെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഭാർഗവിയുടെ കയ്യിന്റെ ചൂടറിയും. സഹോദരി, എന്റെ ഭർത്താവ് ഒരു അത് പോലീസുകാരനാണ്. ഞാൻ എന്നെ സല്യൂട്ട് അടിക്കണം. അയ്യോ, അങ്ങനെയല്ല. ഞാൻ മൂപ്പരെ കൊണ്ട് അച്യുതൻകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് എന്നിട്ട് അത് തേങ്ങയാടി. ആ തെണ്ടിയുടെ കയ്യിൽ കാലണ കാണില്ല. ഇവളാണ് ഉച്ചയൊക്കെക്കാരി. ഇവളുടെ കയ്യിൽ നിന്ന് അത് വസൂലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ല, കുറച്ചായി ഞാൻ തന്നു തീർത്തോളാന്ന്. നീ കുറച്ച് ഉണ്ടാക്കുമ്പോഴേക്കേ എന്റെ വീട് 6 സെന്റ് നഷ്ടപ്പെട്ട എനിക്കും എന്റെ മോൻ നീ കടപ്പാടുണ്ടാക്കി തരൂ. ഈ കഴുത്തിലും കാതിലുള്ള പൊന്നാണെങ്കിൽ ദൂരി കൊടുക്കും. അയ്യോ, ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പറയരുത് കേട്ടോ. ഒരു പെൺകുട്ടിയെ വഴി തടഞ്ഞു വെച്ച് ഇങ്ങനെ പുലഭ്യം പറഞ്ഞതും പോരാ, അതിന്റെ കഴുത്തിലുള്ള പൊന്നുകൂടി ഊരി വാങ്ങാന്ന് വെച്ചാ. നിനക്കത്ര തന്നെങ്കിൽ നീ താടി. ശാരദടുത്തി, വേണ്ട, ഒന്നും പറയാൻ നിക്കണ്ട. അതെ, അവള് തന്നെ, അച്യുതൻകുട്ടിയുടെ സിസ്റ്റർ. എന്താണ് പ്രശ്നം ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറയാൻ മനസ്സിലടാ പട്ടി എന്നാരും പറയില്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് പ്രശ്നം? ഈ ഭാർഗവിയുടെ മോൻ വിനയന്തന് ഒരു പണി ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഏട്ടൻ 5000 രൂപ വാങ്ങി മുങ്ങി. അത് ഞങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കായിരുന്നു. ആരാണ് ഈ വിനയചന്ദ്രൻ? ഞാനാ. ആഹാ, എന്റെ മോനാ. എന്റെ അമ്മയാ. അയ്യേ, വിനയേന്ദ്രൻ എന്തായാലും ഒരു പണിയുടെ ആവശ്യമുണ്ട്, അത് കറക്റ്റാ. പക്ഷെ അയാളെവിടെ? ഈ കുട്ടിയുടെ ഏട്ടൻ അയാളല്ല കാശ് വാങ്ങിച്ചത്. അയാളെ കണ്ടേ? അങ്ങനെ ചോദിക്കൂ സാർ. ഒരു മിനിറ്റ്, ബ്ലൈൻഡ് ആണ്? അല്ല. എന്നാ കൂളിംഗ് ഗ്ലാസ് ഒരു പോക്കലിടൂ. ഇവിടെ ആരെങ്കിലും ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി, അത് ഞാൻ വെച്ചോളാം. എന്താ തമ്മിച്ച ഇവിടെ പറയൂ. അല്ല സാർ, ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണോ ഇവര് കാശ് കൊടുത്തത്? എന്നിട്ടും ഇവള് കൊടുക്കാന്ന് പറഞ്ഞു. അവധി ചോദിച്ചേ ഉള്ളൂ. അത് കേൾക്കില്ല. ഇവളുടെ കഴുത്തിലും കാതിലുള്ള പൊന്നു ഊരി കൊടുക്കാനാ പറയണേ. അത് ന്യായമാണോ തമ്പി സാറേ? തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു മലയാളം മാഷും കൂട്ടുകാരനും കൂടെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കണു. ഒരു പെറുക്കേട് വിളിച്ചില്ല മധ്യസ്ഥത്തിനെ. പെണ്ണിന്റെ മൊഞ്ച് കണ്ട് പിന്തുണയ്ക്കുന്നതായിരിക്കും. തള്ളയുടെ മുഖത്ത് വേണ്ട കയ്യ, മര്യാദകേട് പറയരുത് നീ ആരോടും എന്ന് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോടാ. 5 നോട്ടിൽ തീരുന്ന പ്രശ്നം ഇങ്ങനെ ആളെ കൂട്ടി നടുവഴിയില് പൊറാട്ട് കളിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. വിനയേന്ദ്രൻ അമ്മയും കുട്ടിയും സ്ഥലം വിട്ടോളൂ. പൊക്കോളൂ. നടു വലിച്ചേറി 5-10 അമ്മച്ചി. പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒന്ന് പിരിഞ്ഞു പോണം. പോണം പൊക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ. എന്താ ഇങ്ങനെ നിക്കണേ? പൊക്കോളൂ. ഞാൻ കൃഷ്ണകുമാർ. അയ്യോ, ഞങ്ങളൊന്ന് വീട്ടിൽ വന്നിരുന്നു. ആ വരവിൽ എനിക്ക് നഷ്ടം 10 ലക്ഷം. ഇതായിപ്പോ 5000. അങ്ങനെ 10,50,000 തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി വക. എന്നെങ്കിലും ഒരു വലിയ പണക്കാരിയാവുമ്പോ പലിശ വേണ്ട, എന്റെ മുതൽ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് സങ്കട എന്റെ കാശ് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുന്നത്. തരും, തന്ന് തീർക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു വെച്ചോളൂ. എങ്ങനെയുണ്ട്? എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ. സാറേ. എന്താ സാറേ? എന്താടോ സാറേ, ആവശ്യത്തിലേറെ കയ്യിലുള്ള പണത്തിന് വെറും കടലാസ് കെട്ടിന്റെ വിലയുണ്ട്. പക്ഷെ ആ പണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കാൻ കഴിയുമ്പോൾ ആ കടലാസ് പണമായി, അതിന് പണത്തിന്റെ മൂല്യമുണ്ടായി. മനസ്സിലാവണുണ്ടോ തമ്പി സാറിന്? ഈങ്ങാപ്പാറയിൽ ഒരു കുരുമുളക് തോട്ടം നോക്കണം, വിലയൊത്താൽ ഇന്നും തന്നെ കച്ചവടമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന്
വഴിയരികിൽ ഒരു ഇഷ്യൂ 5000 മണീസിന് സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ കരയ്ക്ക് വന്ന് എന്നോട് സാഹിത്യം അടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. സോറി സർ, ഏതൊരു വിഡ്ഢി പറഞ്ഞ കഥ. അതാണ് ജീവിതം. പച്ചപ്പട്ട് വിരിച്ച വയലേലകളിൽ ഒരു മന്ദമാരുതനേറ്റ് നിൽക്കുമ്പോൾ കൃഷ്ണകുമാറേ, ആ കുട്ടി പാവ സാറേ, കാണാനും കൊള്ളാം. അതുകൊണ്ട് തന്നെ 5000 വീശത്. സാർ വാക്കേറ്. എടാ കള്ള കൃഷ്ണ, അങ്ങനെ വിളിക്കല്ലേ സാറേ. സാറേ, നാളെ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിൽ ലവിന്റെ കൗണ്ട് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ലക്ഷങ്ങളുടെ ഡ്രാഫ്റ്റ് കാണുമ്പോ, ഒരു പുതിയ ബിസിനസ് ഡീൽ ഓക്കെ ആകുമ്പോ, ചുളിവിലേക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കയ്യിൽ തടയുമ്പോ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ ആ മുഖത്തൊരു നല്ല തിളക്കം കണ്ടിട്ടുള്ളത്. ഇതിപ്പോ അതിലൊക്കെ വലിയ തിളക്ക. എന്ന് പറയാം. നമുക്ക് ആലോചിക്കാൻ പറ്റണത് തന്നെയല്ലേ വീടും ചുറ്റുപാടും. ഫിനാൻഷ്യലി വളരെ മോശം ഷേപ്പിലാണ്. പക്ഷേ പഴയ പെരുമയുള്ള തറവാട്ടുകാരാ. ആ ഏട്ടൻ ഫ്രോഡ് ഒഴിച്ച്. ആ കുട്ടി എന്താ ചെയ്യണേ? അതല്ലേ രസം. MBBS കഴിഞ്ഞ് നിൽക്കുക. ഓഹോ, നാളെ നമ്മുടെ ഹോസ്പിറ്റൽ നോക്കി നടത്താനുള്ള യോഗം അതിനാവും. അവനെ പ്രാണനെ പോലെ കൊണ്ട് നടക്കണം. എനിക്ക് അതാ വലുത്. എന്താ മുതലാളി പതിവില്ലാത്തൊരു കിടപ്പ്? ഏയ്, വെറുതെ എങ്ങനെ. എങ്ങനെ? ഞാൻ ഇന്ന് ആ കുട്ടിയെ കണ്ടു. അറിഞ്ഞു, നിന്റെ തമ്പി സാറ് പറഞ്ഞു. പാവ അല്ലേ ദേവു? കൃഷ്ണ, എന്താടാ വീണോ നീ? വീണോന്ന് ചോദിച്ചാ വീഴട്ടെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് പറയൂടാ. ഞാൻ നാമമുറി ചെന്നിട്ട് സാക്ഷാൽ കൃഷ്ണന് നന്ദി പറയട്ടെ. ഒടുക്ക എന്റെ അനിയനെ കൊണ്ട് നല്ല കാര്യങ്ങൾ തോന്നിച്ചല്ലോ മൂപ്പര്. എന്റെ ദേവുവിനെ പൊന്നുപോലെ നോക്കണ ഒരു കുട്ടി. അതിനല്ല ഞാൻ ഇത്രയും നാള് കാത്തിരുന്നേ. അതവളാണ് ദേവു. ഉറപ്പിക്കല്ലടാ, അവരോട് ചോദിക്കണം. വീട്ടിലിത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും MBBS കഴിഞ്ഞ് നിക്ക അവള്. MBBS PDC ഫീൽഡ് ഞെട്ടിപ്പോയോ? അത് ഞാൻ അറിഞ്ഞില്ലല്ല. ആ, തമ്പി സാറാ പറഞ്ഞത്. തമ്പി സാർ കണ്ടിരുന്നു വീട്ടിൽ പോയപ്പോ ആ കുട്ടിയെ. അതില് ടെൻഷൻ വേണ്ട. അന്വേഷണവും പെണ്ണു ചോദിക്കലും ഒക്കെ എന്റെയും തമ്പി സാറിന്റെ ഡ്യൂട്ടിയാ. നീ അത്യാവശ്യം സ്വപ്നം കാണലൊക്കെ തുടങ്ങിക്കോ. സ്വപ്നം കാണുമ്പോ ഒട്ടും കുറക്കില്ലാട്ടോ. നല്ല ലാവിഷായിട്ടെന്നെ കാണും. ആ, ഓമനെ തങ്കമേ. 10 മിനിറ്റിന് ഇളയ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഗ്രേറ്റ് ചേച്ചി. ഐ അപ്രീഷിയേറ്റ് യു. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. MD നമുക്ക് പതുക്കെ ചെയ്യാം. തൽക്കാലം കക്ഷി ഇവിടെ ജോയിൻ ചെയ്യട്ടെ. എനിക്കൊരു ജൂനിയർ ആവശ്യമുണ്ട്. നോക്കട്ടെ, അത്ര മോശമല്ലാത്തൊരു സാലറി കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. വലിയ ഉപകാരാവും. ഉപകാരം ഇയാൾക്കുണ്ടാവണം. വീട്ടിലെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരാളുകൂടി ആയാൽ വലിയ ഹെൽപ്പല്ലേ? ഞാൻ അവളോട് സാറിനെ വന്ന് കാണാൻ പറയാം. യെസ്. മീൻ ടൈം ഞാൻ മാനേജ്മെന്റുമായി സംസാരിക്കുകയും ചെയ്യാം. ദാറ്റ്സ് എ ഫോർമൽ ടോക്ക്. എന്നാ ഞാൻ. യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എങ്ങനെ നടക്കുന്നു ഹോസ്പിറ്റൽ എന്ന് പരിശോധിക്കാൻ വന്നതാണോ മുതലാളിയമ്മ? കളിയാക്കണ്ട സർ. മേനോൻ സർ വന്ന ശേഷം അങ്ങനെ ഒരു പരിശോധനയ്ക്ക് വരുന്ന കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഞാനിപ്പോ രോഗിയായിട്ട് വന്നതാ. ആഹാ. ആ, എന്താ കുട്ടി? സാറിനെ കാണാൻ വന്നതാ. ഇറങ്ങട്ടെ. ഈ കുട്ടി അറിയാം? ഒരു റൂറൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു 1 year ബാക്ക്. നഴ്സിംഗ് പ്രൊഫഷനിൽ ഇത്ര സിൻസിയറായ കുട്ടികളെ വളരെ റയറായിട്ട് കാണാൻ കിട്ടും. അതിനീ കുട്ടി നഴ്സാ? നഴ്സിന്റെ ജോലി ചെയ്തുകൊണ്ട് ഇവളുടെ സിസ്റ്ററിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. സിസ്റ്റർ എന്ന് പറയുമ്പോ ഇവളുടെ ട്വിൻ സിസ്റ്റർ, ഇരട്ട കുട്ടികളാ. MBBS കാരി ജസ്റ്റ് കോഴ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവളെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക. പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ബോസിനെ അറിയിക്കണമല്ലോ. ആ ജോലിയും കഴിഞ്ഞു. ഓ, അതറിഞ്ഞില്ല. ഇരട്ട കുട്ടികൾ, ഒരാൾ നഴ്സും മറ്റേയാൾ ഡോക്ടറും. യെസ്, ലുക്ക് അലൈക്ക് സിസ്റ്റേഴ്സ്. എന്താ ഇവിടെ? അല്ല, എപ്പോ വന്നു? ഹായ്,
എന്തിനാ വന്നേ? അയ്യോ, എങ്ങനെ വന്നു? ഓട്ടോയില്. ആ ഊവല്ലേ, നന്നായി. ഈ ഓട്ടോ ഉണ്ടല്ലോ, ഓട്ടോ വളരെ ബെസ്റ്റാണ്. കാണുന്ന പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കാണുന്ന ഇവിടെ പ്രതീക്ഷിച്ചില്ല. ഉവല്ലേ? ഊവാണ്. ഇരിക്കൂ, ഇരിക്കൂ. എനിക്കങ്ങനെയൊന്നുമില്ല. ഇരിക്കുന്ന ഞാനങ്ങട്. ചേച്ചി, ചേച്ചി. മുതലാളി വന്നോ? ആരാ? എന്താടാ വിളിക്കണേ? എന്തു പറ്റി ഇവന്? ഡാ കൃഷ്ണ, ഒരാള് രണ്ടുപേരെ പോലെ ഇരിക്കണു. മനുഷ്യനെ ഭ്രാന്താക്കിട്ട് ഇങ്ങനെ കൊലച്ചിരിച്ചിരിക്കില്ല എന്റെ ദേവുട്ടി. ചിരിക്കാതെ പിന്നെ. ഡോക്ടർ മേനോൻ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇതിന്റെ കാര്യം മനസ്സിലാവണത്. അത് നിന്നെ ഒന്ന് കാണിച്ച് നീ ഇങ്ങനെ ബ്ലിങ്കസ്യാന്നാവണത് കാണാനാ ഞാനിരുന്നേ. ദൈവം ഫോൺ ഇടുന്നേ. മേത്തയുടെ ഫോണായിട്ട് വന്ന തന്നെ ഞാൻ ഈ ഫോൺ എറിഞ്ഞ് കൊല്ലും ഞാൻ. മേത്തായിട്ട് നമുക്ക് ഇനി ഒരു ബിസിനസ്സും വേണ്ട. നോക്കെടുത്ത് ഇംഗ്ലീഷ് പറയുള്ളൂ, വൃത്തിയിട്ടവൻ. ശരി, ഇതിൽ നീ ആരെയാ കെട്ടാൻ പോണേ? എന്റെ കയ്യിൽ നിന്ന് പോയി മോളെ. ഇതിലൊന്ന് തൊടു. എന്തിനാ? തൊടു കുട്ടി. കൃഷ്ണ, എന്താ? നിന്നെയല്ല, ഒറിജിനലിനെയാ. ആ തമ്പി സാർ, ഞാൻ വിചാരിച്ചു ബോംബെന്ന് മേത്തായിരിക്കും. ആ വരണം വരണം, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി സാർ. എന്താ അയ്യാടെ മുഖം ഇങ്ങനെ? കുഴപ്പത്തിനൊന്നും അല്ല, ഒരു നല്ല കാര്യം പറയാനാ വിളിപ്പിച്ചത്. മോഹം ഇങ്ങനെ ആയത് ആ നല്ല കാര്യത്തിന്റെ സൂചന കിട്ടി. കേട്ട ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പറഞ്ഞോ? ചെറുതായിട്ട്. കൊല്ലൂന്ന് പറഞ്ഞാലും വണ്ടിയിലോട്ട് കയറത്തില്ല. പിന്നെ അങ്ങ് പറഞ്ഞു. സത്യമാണോ തമ്പി സാർ? ഞങ്ങളുടെ പക്ഷത്തുനിന്നൊരു പ്രപ്പോസൽ. ഇനി പറയേണ്ടത് നിങ്ങളാണ്. കൂടുതൽ എന്ത് പറയാൻ? എപ്പോ ഇവിടെ വെച്ച് നടത്തണമെന്ന് പറ. പിന്നെ സ്ത്രീധനമായിട്ട് ഒരു ചില്ലി പ്രതീക്ഷിക്കണ്ട. അതെന്റെ ഒരു പോളിസിയാണ്. തന്റെ ഒപ്പീനിയൻ അല്ല ചോദിച്ചത്, കുട്ടിയുടെ മനസ്സെന്താണെന്ന് അറിയാം. MBBS കഴിച്ച ഒരു പെൺകുട്ടിക്ക് അവളുടേതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അതറിഞ്ഞിട്ട് താൻ എന്നെ വന്ന് കാണും. പൊയ്ക്കോ. അല്ലറ ചില്ലറ ധാരണാപേശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃഷ്ണകുമാറും ഞാനുമായുള്ള ഒരു ബന്ധമാണല്ലോ ഇപ്പൊ ഒരു പെണ്ണിന്റെ തലവര മാറ്റിയത്. അച്യുതൻകുട്ടിയുടെ കോണ്ടാക്ട്സിന്റെ ബന്ധങ്ങളുടെ ഫലം തന്നെയായത്. ആ നന്ദി ഉണ്ടാവണം. എന്ന് വെച്ചാ ഇവന് ലക്ഷങ്ങൾ കൊണ്ടക്കൊടുത്തത് കാട്ടണമെന്നല്ല. എനിക്കാരുടെയും 10 പൈസ വേണ്ട. അങ്ങനെ കോടീശ്വരന്റെ അളിയനാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടില്ല. അല്ലടോ, ഭദ്രക്കല്ലേ ആലോചന വന്നത്? ഓ, എവരുടെ തലയിൽ എന്താ ഭാമ? അവളെയാ ചോദിച്ചേ. അല്ലാതെ ഹെൽത്ത് സെന്ററിലെ നഴ്സിനെ കെട്ടാൻ കോടീശ്വരൻ വന്നു എന്നാ വിചാരിച്ചേ? ഇത് അവളുടെ പഠിപ്പിന് 4 ലക്ഷമുള്ള ഡിഗ്രിക്കും കിട്ടിയതാ, MBBS. ആ പഠിപ്പ് ഒരുത്തി നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ടവന്റെ പുണ്ണും പഴുപ്പും തോണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്ന കാശിന്റെ മേലുണ്ടായ പഠിപ്പാ. ഇവിടെ ത്യാഗത്തിന് അവാർഡ് കൊടുക്കണ കാര്യമല്ല, ഒരു പെണ്ണന്വേഷണ നടന്നത്. ഉത്തരം പറയണ അവരുടെ അടുക്കല്. അവക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണത് എന്നാവോ? അമ്മേ, എന്തിനാ എന്റെ കാര്യം ഇതിന്റെ ഇടയിൽ വലിച്ചഴിക്കണേ? നമുക്ക് സമ്മതാണെന്ന് പറഞ്ഞോളൂ ഏട്ടാ. അവളെവിടെ? അവളുടെ സമ്മതം തന്നെയാ ഞാൻ പറഞ്ഞേ. ഭാമേ, ഇതിപ്പോ എനിക്കായിരുന്നില്ല വേണ്ടത്. നീ ഇനിയെങ്കിലും ഒന്ന് സെറ്റിൽഡ് ആയി കാണാൻ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ജാട പറയുന്നൊന്നല്ല. അല്പം ജാട തന്നെയാ. നിന്നെ പോലൊരു മടിച്ചിക്കോതയ്ക്ക് ഒരു കണക്കിന് ഇത് തന്നെയാ നല്ലത്. കൊച്ചു മുതലാളിയുടെ വേളിയായിട്ട് അങ്ങനെ സുഖിച്ചു വാഴാലോ. ഞാൻ കണ്ടടി. സംഗതി കേട്ടപ്പോ പെണ്ണിന്റെ മുഖത്തെ പ്രകാശം. അയ്യടാ, എന്ത് പ്രകാശം? വേണ്ട വേണ്ട. എന്റെ കൃഷ്ണ, നീ ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? ചേച്ചി, ഞാൻ മുമ്പ് വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, നീ എന്റെ വിരലിൽ തൊട്ടതോ? വിരലിൽ പേരെഴുതി വെച്ചിരുന്നു 2 കുട്ടികളുടെയും. MBBS കാരിയായ കുട്ടിയാണ്. വീട്ടുകാരുടെയും അവളുടെയും സമ്മതവും കിട്ടി. അല്ല, എന്താ ഇപ്പൊ ഈ കുട്ടികൾക്ക് വേറൊരു വ്യത്യാസം? ഉണ്ട് ചേച്ചി, രണ്ടും 2 പേര് തന്നെയാണ്. ഒരാൾ നല്ലത്, മറ്റാൾ ചീത്ത എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഉമ്മർത്ത് വന്ന് ആരാണ് ചേച്ചിയുടെ കാൽക്കൽ വീണ് എന്റെ കുടുംബത്തിനെ വഴിയാധാരമാക്കരുതെന്ന് പറഞ്ഞ് അയച്ചത്? ആരാണ് എണ്ണിപ്പെറുക്കി കിട്ടുന്ന ശമ്പളം കൊണ്ടൊരു വീട് നോക്കിയത്?
ആരാ തന്റെ കൂടപ്പിറപ്പിനെ പഠിപ്പിച്ച് അവൾക്ക് പേരുള്ളൊരു തൊഴിലുണ്ടാക്കി കൊടുത്തത്? അവളുടെ വലിയ മനസ്സിനെ. ഞാൻ അതിനെയാണ് സ്നേഹിക്കുന്നത്. അവൾക്ക് മറ്റാരേക്കാളും കൂടുതൽ എന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ കഴിയൂ, എന്നെ സ്നേഹിക്കാൻ കഴിയൂ. പിന്നെ അവക്കല്ലേ ഒരു ജീവിതം കിട്ടേണ്ടത്. വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും മാപ്പും കിട്ടും ഈ ഒരു സൽക്കർമ്മം കൊണ്ട്. എനിക്ക് അവളെ മതി ദേവു. ഭദ്രേ, നീ പറയണത് എന്തോ അതിലട എനിക്ക് ശരി. ഭദ്രയെങ്കിൽ ഭദ്ര, ഭാമയെങ്കിൽ ഭാമ. അല്ല, ഭദ്രയെങ്കിൽ ഭദ്ര, ഭദ്രയെങ്കിൽ ഭദ്ര. അതെന്ത് വർത്താനാടോ അവര് പറയുന്നേ? ഡോക്ടറെ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. അവര് പറയുന്നത് എന്തായാലും യെസ് പറയാന്നല്ലാണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമോ? രണ്ടിലേതായാലും നമുക്കെന്താ, നടന്നു കിട്ടിയാ മതി. ഈ കല്യാണാലോചന പുറത്തറിഞ്ഞ ശേഷം എന്താ ഓരോരുത്തരുടെ സ്വീകരണമെന്ന് അറിയോ വല്യമ്മാവന്? അത് കരക്ക്. ആ ഗോപാലിനൊക്കെ മറന്നു പോയിരുന്നു തമ്പ്രാന്നുള്ള വിളി. ഇപ്പൊ ശരിയായി പോയി. അമ്മ, ഞാൻ അതിന് തയ്യാറല്ല. ഭാമ സ്വപ്നം കാണാൻ തുടങ്ങിയ ഒരു ജീവിതം ഇപ്പൊ എന്റെ നേർക്ക് വെച്ച് നീട്ടിയ എനിക്ക് വയ്യമ്മേ അത് സ്വീകരിക്കാൻ. പക്ഷെ മോളെ, ആ പയ്യൻ നിന്നെ ഉദ്ദേശിച്ചിട്ട് മാത്ര ഈ ആലോചന നടത്തിയെന്നല്ലേ പറഞ്ഞേ? ഒരബദ്ധത്തിൽ ഭാമയാണെന്ന് എല്ലാരും കരുതി, അത്രേ ഉള്ളൂ. ഞാൻ തർക്കത്തിനൊന്നുമില്ല. അച്ചോടനോട് അമ്മാനെ പറഞ്ഞേക്കൂ, എനിക്ക് പറ്റില്ലാന്ന്. എന്താടി? അവൾക്ക് സമ്മതമല്ലാന്ന്. അയ്യടാ, അതവള് വെറുതെ കളി പറയണല്ലേ. എടി, നിന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അയാൾ പ്രപ്പോസൽ വെച്ചത്. നിന്നെ ഇഷ്ടപ്പെട്ടിട്ട്. അയാൾക്ക് നിന്നെ പോലെ നല്ല മനസ്സുള്ളൊരു കുട്ടിയാണ് വേണ്ടത്. ഭാമേ, ഇനി ഈ വിഷയം വെറുതെ പറഞ്ഞു നീട്ടണ്ട. ഞാനില്ല, എന്നെ വിട്ടേക്കെല്ലാരും. എന്താ കഥ കൃഷ്ണ? നമുക്ക് റെഡിയാക്കി എടുക്കാന്നേ. ഞാനല്ലേ പറയണേ.